അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പരീക്ഷ വളരെ അടുത്തിരിക്കുകയാണല്ലോ. ഈ ഒരു സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നുള്ളത് വളരെയധികം ഉപകാരമുള്ളൊരു കാര്യമാണ്. നമ്മുടെ മാർക്ക് വളരെയധികം ഉയർത്താൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നമുക്ക് കഴിയും. തജ്വീദുൽ ലിസാനും ഒരൊറ്റ പേപ്പറായിട്ടാണല്ലോ എക്സാം ഉള്ളത്. 100 മാർക്കിനാണ് പൊതുപരീക്ഷ എക്സാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും. പരീക്ഷാ ഹാളിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വായിക്കുക അതുപോലെ ക്വസ്റ്റ്യൻ വായിക്കും. പിന്നീട് ഞാനതിൻ്റെ ആൻസർ പറയും. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങളതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. പിന്നീട് ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ഉത്തരം ശരിയായി എന്ന് നിങ്ങൾ കൂട്ടി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം യോജിപ്പിക്കാം. അതായത് ഉത്തരം ബ്രാക്കറ്റിലുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കാം. 1. പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. 2. മാലിയ എന്നതിലെ ഹാ. 3. അർ-റഹ്മാൻ എന്നതിലെ ഹംസ. 4. ഫി അഹ്സനി തഖവീം ഇതിലെ ഹംസ. 5. ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തലാണ്. ഇതിനെല്ലാം ഉത്തരം ബ്രാക്കറ്റിലുണ്ട്. ബ്രാക്കറ്റിലുള്ള വായിച്ചറ ഹംസത്തുൽ വസ്ൽ, ഹ ഉസക്ത, ലൗ അൻസൽന, ഹംസത്തുൽ ഖത്അ, വഖഫ്. ഉത്തരങ്ങൾ ഞാൻ അവസാനം പറയും. നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയാവുമെന്ന് നോക്കട്ടെ. അപ്പോൾ 2. രണ്ടാമത്തെ ചോദ്യത്തിലും അതിൻ്റെ ഉത്തരങ്ങളവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഹംസിൻ്റെ ഹർഫിൽ പെട്ടതാണ്. അക്ഷരം ആ കള്ളിയിലുണ്ട്. 3 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹ, വ, കാഫ്. ഏതാണ് ശരിയായ ഉത്തരം? അത് നിങ്ങൾ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്ത് വെക്കുക. 2. വഖഫ് മുത്ലഖിൻ്റെ അടയാളം. വഖഫ് മുത്ലഖിൻ്റെ അടയാളം ഏതാണ് എന്നുള്ളത് അടയാളപ്പെടുത്തി വെക്കുക. 3. തോ എന്ന അക്ഷരം ഉണ്ടല്ലോ, ആ അക്ഷരം പുറപ്പെടുന്ന അതേ മഖ്റജിൽ നിന്ന്, അതായത് ആ സ്ഥലത്ത് തന്നെ പുറപ്പെടുന്ന വേറൊരു അക്ഷരമുണ്ട്. അക്ഷരത്തിന് പറയുന്ന പേരാണ് ഹർഫ്. അതേതാ എന്ന്. ഈസിയാണല്ലോ. തോ എന്ന് പറയുന്ന അതേമാതിരി പറയുന്ന വേറൊരു അക്ഷരം ഏതാണെന്ന് ചോദിച്ചു കേട്ടോ. 4. ബസറക്കാരനായ കാരി. 3 പേരുണ്ട്. നാഫി റളിയല്ലാഹു അൻഹു, അബൂ അമർ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. അതിലാരാണ് ബസറക്കാരൻ? അവരെ നല്ല ടിക്ക് ചെയ്യാം. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു എന്നാ ചോദ്യം കേട്ടോ. ബിലാൽ റളിയല്ലാഹു അൻഹു, കഅബ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത്. ഇത് വളരെ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3. വ്യക്തമാക്കാം. ഇതിനെല്ലാം ഉത്തരം ഞാൻ പറയൂട്ടെ ലാസ്റ്റ്. നിങ്ങൾക്ക് എത്ര ശരിയായി നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കാം കേട്ടോ, ഏതൊക്കെ ഉത്തരം ശരിയായി എന്നുള്ളത്. 3ാമത്തെ ചോദ്യം വായിക്കാം. വ്യക്തമാക്കാം. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് മുസ്ഹഫ് കൊടുത്തയച്ചപ്പോൾ അത് പഠിപ്പിക്കാൻ ഒരു ഉസ്താദിനെ പറഞ്ഞയച്ചിരുന്നു. അതാരാണ്? 2. കഹഫ് സൂറത്ത്, അതായത് വെള്ളിയാഴ്ച ഓതുന്ന കഹഫ് സൂറത്തില്ലേ, അതിൽ ലക്കിന്ന ഹുവല്ലാഹു എന്നത് എങ്ങനെ ഓതേണ്ടത്? അതായത് അത് 2 രൂപം പറഞ്ഞ്. ചേർത്തി ഓതാണെങ്കിൽ എങ്ങനെ, അതല്ല നിർത്തി ഓതാണെങ്കിൽ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. 3. ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കലിമത്ത്. 4. സഫറ എന്ന മലക്കുകളോട് കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ ആരെന്ന്. 5. സൂറത്ത് യാസീൻ സക്ത ചെയ്യേണ്ട കലിമത്ത്. അടുത്ത ചോദ്യം വായിക്കാം. 4ാമത്തത് പൂർത്തിയാക്കാം. കലാമുൻ ഡാഷ് ലാ ഡാഷ് സമഅഹു തനസ്സഹ അൻ ഡാഷ് വ ഡാഷ് വനിയത്തി. 2. ബിഹി ഡാഷ് മിൻ കുല്ലി ഡാഷ് വനൂറു ദലീലുൻ ഡാഷ് ഇന്ദ ഡാഷ് വഹൈറത്തി.
3 വഇദ ഡാഷ് അൽ ഖുർആനു ഡാഷ് ലഹു ഡാഷ് ലഅല്ലക്കും തുർഹമൂൻ. ഇനി 5-ാമത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ ആദ്യ പേജിൽ ലിസാനായിരുന്നു, ആദ്യ പേജിൽ തജ്വീദായിരുന്നു. ഇനി ഈ ഒരു പേജ് മുതൽ ലിസാനായിരിക്കും കേട്ടോ. നംലവുൽ മുനാസിബ് ഇവിടെ യോജിച്ചെടുത്തിയതാണ് പറഞ്ഞു കേട്ടോ. അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന, ഉത്തരം ബ്രാക്കറ്റിലുണ്ട്. അദ്ദർസ ബിഇറ സംസം യജ്ലിസു സബാഹൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് എന്നുള്ളത് നിങ്ങൾ എടുത്ത് എഴുതാം. 2 ഹഫറ ജിബീരീൽ അലൈഹിസ്സലാം ഡാഷ് മുസ്തഖ്ബിലു ജലസ ഡാഷ് അത്വാലിബാനി യക്തുബാനി ഡാഷ് ഖറഅത്തുൽ ഖുർആന ഡാഷ്. ഉത്തരെല്ലാം ബ്രാക്കറ്റിലുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, നുമയ്യിസുൽ മാളി വൽ മുളാരി, മാളിയായ ഫീലും മുളാരിയായ ഫീലും വേർതിരിക്കാനാണ് പറഞ്ഞത്. മിക്സായിട്ടാണ് കൊടുത്തത്. ഖറജ യത്ലു ഖറഅ യഅബുദു ജലസ യഖൂലു കതബ തസ്ഹബു. 7-ാമത്തെ ചോദ്യം, നക്തുബുൽ മുസന്ന വൽ ജംഅ ലിൽ അഫ്ആലിൽ ആതിയ. താഴെ തന്നിട്ടുള്ള ഫീലുകളിൽ ജംഉം മുസന്നയും കണ്ടെത്തിയതാണ് പറഞ്ഞു കേട്ടോ. ദറസ എന്നുള്ള വേർഡിൻ്റെ മുസന്നയും ജമ്മും കണ്ടെത്തണം. അതുപോലെ നസറ എന്നുള്ള വേർഡിൻ്റെയും ജമ്മും മുസന്നയും കണ്ടെത്തണം. മുസന്ന ദ്വിവചനം, ജം പറഞ്ഞാൽ ബഹുവചനം. അതായത് ദറസിൻ്റെ അർത്ഥം പഠിച്ചു, ഒരാൾ പഠിച്ചു എന്നർത്ഥം. അത് മുസന്ന ആയാൽ 2 ആൾ പഠിച്ചു എന്നർത്ഥം. പക്ഷേ മുസന്ന ആയാൽ എങ്ങനെ അറബിയിൽ എഴുതാൻ നിങ്ങൾ എഴുതണം. ജം ആയാൽ 3 ആൾ പഠിച്ചു എന്നർത്ഥം കേട്ടോ. 8-ാമത്തെ ചോദ്യം, നുത്തർജിം പരിഭാഷപ്പെടുത്താന്ന് കേട്ടോ. വക്കാനൽ ഇസ്മുൽ മദീന ഖബലൽ ഹിജ്റ യസ്രിബ്. 2 അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമുൽ മദീന. 2ൻ്റെ അർത്ഥം അവിടെ എഴുതാം. 9 നൂജിബ് ആൻസർ ചെയ്യുക. ഹൽ ഖറഅത്തുൽ ഖുർആന സബാഹൻ, രാവിലെ ഖുർആൻ ഓതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇവിടെ ആൻസർ എഴുതുക. 2 അസാബിയുൽ യദൈനി കംഹിയ, കയ്യിലെത്ര വിരലുകളാണുള്ളത്. ഇനി അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ലാസ്റ്റ് നിന്ന് മേലേക്ക് എന്ത് ചെയ്യാം, ഉത്തരം പറയാം. 9-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഹൽ ഖറഅത്തുൽ ഖുർആന സബാഹൻ, രാവിലെ ഖുർആൻ ഓതിയിട്ടുണ്ടോ എന്നുള്ളത്. അവിടെ അതേ എന്ന് എങ്ങനെ പറയുക അറബിയിൽ? നഅം. ഇല്ല എന്ന് പറയാം കേട്ടോ. 2 അസാബിയുൽ യദൈനി കംഹിയ, 2 കൈകളിൽ എത്ര വിരലുകളുള്ളത്? അശറ, 10 എന്ന് കേട്ടോ. അസാബിയുൽ യദൈനി അശറ. ഇനി 8-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, നിങ്ങൾ ഉത്തരം എഴുതിയത് എത്ര ശരിയായിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. 8-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, നുത്തർജിം പരിഭാഷപ്പെടുത്താം. വക്കാനൽ ഇസ്മുൽ മദീനത്തി ഖബലൽ ഹിജ്റ യസ്രിബ്. വക്കാന ആയിരുന്നു, ഇസ്മു പേര് ആയിരുന്നു, അൽ മദീന മദീനയുടെ പേരായിരുന്നു, ഖബലൽ ഹിജ്റ ഹിജ്റക്ക് മുമ്പ് യസ്രിബ് എന്നായിരുന്നു. ഹിജ്റക്ക് മുമ്പ് മദീനയുടെ പേര് യസ്രിബ് എന്നാണ് അർത്ഥം കേട്ടോ. 2 അഹ്ലുൽ മദീന മദീനക്കാർ, കാനു അവരായിരുന്നു, യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മർഹബ പാടിയവരായിരുന്നു. ഇനി യഖ്ദുമുൽ മദീന മദീനയിലേക്ക് വന്ന സമയത്ത് നബി തങ്ങളെ സ്വാഗതം ചെയ്തവരായിരുന്നു എന്നർത്ഥം കേട്ടോ. 7-ാമത്തത് നക്തുബുൽ മുസന്ന വൽ ജംഅ, മുസന്നയും ജമ്മും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റ് തന്നത് ദറസ അല്ലേ. ദറസൻ്റെ മുസന്ന നിങ്ങൾക്ക് അറിയാലോ, ദറസ. ജംഅ ദറസു. നസറിൻ്റെ മുസന്ന നസറ, ജംഅ നസറു. ഫതഹൻ്റെ മുസന്ന ഫതഹ, ജംഅ ഫതഹു. നാമൻ്റെ മുസന്ന നാമ, അതിൻ്റെ ജംഅ നാമു. 1 കിട്ടിയാൽ ബാക്കിയുള്ള എല്ലാം കിട്ടും. അതുപോലെ തന്നെ 6-ാമത്തെ ക്വസ്റ്റ്യനും ഗ്രാമർ ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഈസി കേട്ടോ.
പഠിച്ചവർക്ക്. ആറാമത്തത് മാളി മുലാരിയും വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞത്. ഈ മാളി മുലാരിയും വേർതിരിച്ച് എഴുതാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. നമുക്ക് അർത്ഥം അറിഞ്ഞാൽ സിമ്പിളായിട്ട് എഴുതാം. പക്ഷെ അർത്ഥം അറിയാണ്ടിയും അത് മാളി മുലാരിയാണോ തിരിച്ചറിയാൻ സിമ്പിൾ ട്രിക്ക് ഉണ്ട്. മാളിൻ്റെ അവസാനം ഫത്തഹിൻ്റെ മേൽ മബനി ആയിരിക്കും. അതായത് ഫത്തഹക്കാരം മാളിൻ്റെ അവസാനം ഫത്തഹ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാളിയിലേക്ക് ചെയ്യുക. ഇപ്പോൾ ഖറജ ഫത്തഹ അല്ലേ, മാളിയാണ്. എത്തിലോ ലമ്മല്ലേ മുലാരിയായിട്ട് എഴുതുക. ഖറ ഫത്തഹ ആണല്ലോ, മാളിയിൽ എഴുതുക. യഅ്ബുദു മുലാരിയിൽ എഴുതുക. ജലസ മാളിയിൽ എഴുതുക. യഖൂലു മുലാരിയിൽ എഴുതുക. കതബ മാളിയിൽ എഴുതുക. തദ്ഹബു മുലാരിയിൽ എഴുതുക. അപ്പം അങ്ങനെ. ഇനി അടുത്തത് നംലവുൽ മുനാസിബ് ബ്രാക്കറ്റ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അഹ്ലുൽ മദീന കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിൻ്റെ ഉത്തരം ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്തിരുന്നു. നമ്മളെ മറ്റേ 7ാമത്തെ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഉത്തരം ഉണ്ട് കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ പരിഭാഷപ്പെടുത്തുക എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യനിൽ ഇതുണ്ട്. ഇനി 5-2 ഹെഫറ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം കുഴിച്ചു എന്ത്, ബിഅറ സംസം, സംസം കിണർ. 3 മുസ്തഖ്ബിലു ജലസ, ജലസൻ്റെ മുലാരി എജ്ലിസു, എജ്ലിസു എന്നാണ്. മുസ്തഖ്ബിലു എന്നും പറയട്ടെ മുലാരിക്ക്. 4 അത്വാലിബാനി 2 വിദ്യാർത്ഥികൾ, യക്തുബാനി പാഠം അല്ലേ, അത്വാലിബാൻ 2 വിദ്യാർത്ഥികൾ, യക്തുബാനി ആ 2 വിദ്യാർത്ഥികൾ എഴുതുന്നു എന്ത്, അദർസ പാഠം. 5 ഖറഅതു ഞാൻ ഓതിയ ഖുർആന, ഖുർആന് സബാഹൻ രാവിലെ ഓതി. ഇനി 4ാമത്തത് ഒരു ബൈത്താണ്. ആ ബൈത്ത് എല്ലാവരും പഠിച്ചു വെക്കട്ടോ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഅഹു تنزه عن قول وفعل ونية به يشتفي من كل داء ونوره دليل لقلبي عند جهلي وحيرتي وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. മൂന്നാമത്തത് ഖുർആനായത് കേട്ടോ. 1-2 പദ്യമാണ്, മൂന്നാമത്തത് ഖുർആനായത്തും. ഇനി 3ാമത്തെ ചോദ്യം നോക്കാം, വ്യക്തമാക്കാം. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ പറഞ്ഞയച്ചു ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂ അബ്ദുറഹ്മാനു സലമിയെയാണ് പറഞ്ഞയച്ചത് കേട്ടോ. അബൂ അബ്ദുറഹ്മാനു സലമി എന്നാണ് ഉത്തരം. 2 കഹ്ഫ് സൂറത്തിലെ ലാകിന്ന ഹുവല്ലാഹു എന്നത് ഓതേണ്ടത് നീട്ടാതെ ലക്കിന്ന എന്ന് ഓതണം, ചേർത്തി ഓതുമ്പോൾ കേട്ടോ. ഇനി നിർത്തിയാണ് ഓതുന്നെങ്കിൽ ലാക്കിന്ന എന്നും ഓതണം. പിന്നെ 3 ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കലിമത്ത് ബിസ്മില്ലാഹി മജ്രേഹ എന്നുള്ള കലിമത്ത് കേട്ടോ. ബിസ്മില്ലാഹി മജ്റഹ എന്നല്ല, മജ്റഹ എന്ന ഇത്തിലുണ്ടാവുക, മജ്രേഹ എന്ന് ഓതേണ്ടത് കേട്ടോ. 4 സഫറ എന്ന മലക്കുകളോട് കൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ ആര്? ഖുർആൻ നൈപുണ്യം നേടിയവർ. 5 സൂറത്ത് യാസീനിൽ സക്ത ചെയ്യേണ്ട കലിമത്ത് മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. 2ാമത്തെ ചോദ്യം നോക്കാം. 2-1 ഹംസിൻ്റെ ഹർഫിൽ പെട്ടതാണ് ഹേ. വഖഫ് മുത്തലഖിൻ്റെ അടയാളം തോഇൻ്റെ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ഹർഫ് ത. 4 ബസറക്കാരനായ ഖാരി അബൂ അംർ റളിയല്ലാഹു അൻഹു. 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ സെയ്ദ് ബിൻ സാബിത്ത്. ഇനി ആദ്യ ക്വസ്റ്റ്യൻ, പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. ലൗ അൻസൽന ഹാദൽ ഖുർആൻ എന്നുള്ള ആയത്ത് എല്ലാവരും കാണാൻ പഠിക്കണം കേട്ടോ. 2 മാലിയ എന്നതിലെ ഹാ.
ഹ ഉസ്സക്ത. അർ-റഹ്മാൻ എന്നതിലെ ഹംസത്തുൽ വസ്ല്. ഫി അഹ്സനി തഖവീം ഇതിലെ ഹംസത്തുൽ ഖത്അ. ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തലാണ് വഖഫ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവരുടെയും മാർക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.